കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ്. സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ദോശയുടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അതിനായിട്ട് ചിപ്പിക്കൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കൂണായതുകൊണ്ട് തന്നെ നീളത്തിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്ത് വെച്ചത്. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് 10 മിനിറ്റ് ഇരിക്കട്ടെ. എന്നാൽ അതിലെ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോവും. ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലീൻ ആയതായിരുന്നു. കുറച്ച് സമയം വെച്ചിരുന്ന് 2-3 പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം. ഉടക്കിയൊന്നും വേണ്ട, വെള്ളത്തിൽ തന്നെ നമുക്കത് അരിച്ചെടുത്ത് വയ്ക്കാം. പെട്ടെന്ന് പൊട്ടിപ്പോവില്ലേ അതിൻ്റെ ലീഫെല്ലാം. അപ്പോൾ കൈ വെച്ച് തിരുമ്പാതെ വെള്ളമൊഴിച്ച് കഴുകി അരിപ്പയിലെടുത്ത് വെച്ചു. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനാണ് അടുപ്പത്ത് വെച്ചത്, പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുകിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളക് ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചതച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ കിട്ടും. വെളിച്ചെണ്ണയിൽ ഒന്ന് കിടന്ന് മൂക്കട്ടെ. പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം, പെട്ടെന്ന് കരിയണ്ട. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയുള്ളി കുറച്ച് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുത്തു. അരിയുന്നതിനെക്കാട്ടി നല്ലത് ചതച്ചെടുക്കുന്നതാണ്. 2 പച്ചമുളകും കൂടി കീറിയിട്ടു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി തന്നെ ചതച്ച് ചേർക്കണം കേട്ടോ, അപ്പോഴാണ് ഒരു രുചി ഉണ്ടാവുക. സവള ചേർക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ കറിക്ക് അത്ര രുചി കിട്ടില്ല. അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴന്ന് വരണം. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങയോ ഒന്നും ചേർക്കണില്ലല്ലോ. ഒരല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു നല്ലപോലെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു. കൂട്ടുകാരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടൊന്ന് അഭിപ്രായം കൂടി പറയണേ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു. സിമ്മിലിട്ടിട്ട് ഒരു നുള്ള് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കാശ്മീരി ചില്ലി ചേർത്താലും മതി കേട്ടോ. എരിവൊക്കെ ഉണ്ടാവും, പച്ചമുളകൊക്കെ ചേർത്തതാണ്. എന്നാലും ഒരല്പം ചേർത്തു. വറ്റൽമുളകിന് കൂടുതൽ എരിവുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പച്ചമുളകും എരിവ് കുറവായതുകൊണ്ട് ഞാൻ അല്പം ചേർത്തു. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തു. ഈ സമയത്ത് ഇഷ്ടമുള്ളവർക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ അങ്ങനെയൊക്കെ ചേർക്കാം. ഞാനിത് സിമ്പിളായിട്ട് വേറൊരു ടേസ്റ്റിലാണ്, നാടൻ ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത്രയും മതി കേട്ടോ. ഒന്ന് വഴറ്റിയെടുത്തു. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. കൂടുതൽ വേണ്ട, വെള്ളം പോലെ ആകുമ്പോൾ ഈ കറി അത്ര രുചി കിട്ടില്ല കേട്ടോ. ഇത്രയും മതി. ഒന്ന് പതുക്കെ ഒന്ന് ഉടയാതെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചു. കൂണിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചപ്പോഴും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. എത്ര വെള്ളം വരാൻ വെച്ചാലും ഒരല്പം വെള്ളമൊക്കെ ഉണ്ടാവില്ലേ, അതും കൂടി ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാവും. കൂണ് വെന്തിട്ടൊന്നുമില്ല കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ 1-2 പ്രാവശ്യം തുറന്ന് നോക്കി അടച്ച് വെച്ചു. വീണ്ടും ഒന്ന് തിളപ്പിച്ചു. ഒന്ന് വേവട്ടെ. കുറച്ച് സമയം ഇരുന്ന് വെന്ത് ഒന്ന് കുറുകി വരുമ്പോൾ സൂപ്പറായിട്ടുള്ള കൂൺ കറി ഇവിടെ റെഡിയായി. എല്ലാവരുടെയും അഭിപ്രായം പറയൂ.